ഹലോ, ഐ എം ശില്പ ആൻഡ് ഐ എം എ തേർഡ് ഇയർ MBBS സ്റ്റുഡൻറ്റ്. അപ്പോൾ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ യൂണിവേഴ്സിറ്റി എക്സാമിന് വേണ്ടിയുള്ള കുറച്ച് പ്രിപ്പറേഷൻസ് ആണ്. അതായത് അതിന് വേണ്ടിയുള്ളൊരു സ്റ്റഡി റൂട്ടീൻ. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടാലോ? ഡു വാച്ച് ആൻഡ് സപ്പോർട്ട്. ഇതാ രാവിലെ എഴുന്നേറ്റ് ഞാൻ പുറത്തിങ്ങനെ നോക്കിയിരിക്കാം. വീട്ടിലെല്ലാവരും കിടന്ന് ഉറക്കമായിരിക്കല്ലേ എന്ന് ഓർത്തിട്ട് ബാക്കി അലാറം ഒക്കെ ഓഫ് ചെയ്തിട്ട് ഞാൻ ഇതാ പഠിക്കാൻ വേണ്ടി പോവാണ്. അതിൻ്റെ ഇടയ്ക്ക് എനിക്കൊരു മോട്ടിവേഷൻ കിട്ടാൻ വേണ്ടി ഞാൻ എനിക്കിന്നൊരു ഓൾ ദി ബെസ്റ്റ് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അപ്പം തന്നെ ഞാൻ ബ്രഷ് ചെയ്യാൻ വേണ്ടി പോയി. എന്നാലും എനിക്കൊന്ന് ഫ്രഷ് ആയിട്ട് ഇരിക്കാൻ വേണ്ടി പറ്റത്തുള്ളൂ. പിന്നെ ബ്രഷ് ചെയ്തു, മുഖമൊക്കെ വാഷ് ചെയ്തു, പഠിക്കാൻ വേണ്ടി വന്നു. പഠിക്കാൻ വേണ്ടി പോകുന്നതിന് മുമ്പ് ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. വെള്ളം കുടിക്കുന്നതല്ല, വേറൊരു കാര്യം. അതായത് ഇതുപോലെ ഒരു 1 or 2 മിനിറ്റ് പ്രാർത്ഥിക്കാൻ വേണ്ടി മാറ്റി വെക്കും. എന്നിട്ട് കുറച്ചു നേരം മനസ്സിൽ പോസിറ്റീവായിട്ട് എന്തെങ്കിലും തിങ്ക് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ അച്ചീവ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്ത് ഒരു പോസിറ്റീവ് എനർജി കൊണ്ടുവരാൻ വേണ്ടി നോക്കുക. ഞാനും അത് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം അത്രയും ചെയ്തപ്പോഴേക്ക് സമയം ഒരു 5:45 ആയിട്ടുണ്ട്. പിന്നെ ഞാൻ എന്താ പഠിക്കാൻ വേണ്ടി പോവാണ്. ഓൾറെഡി ഞാൻ ഇന്ന് എന്താണ് പഠിക്കേണ്ടതെന്ന് നോക്കി വെച്ചിട്ടുണ്ട്. ഇതാണ് ഇന്ന് പഠിക്കേണ്ടതെന്ന്. എന്നാലും രാവിലെ എഴുന്നേറ്റ് ഒരു ടു ഡു ലിസ്റ്റ് ഞാൻ റെഡി ആക്കിയിട്ട് ഇന്ന് ഈ പോർഷൻസ് ഒക്കെ കവർ ചെയ്യണമെന്ന് വെച്ചാൽ ഞാൻ എഴുതി വെക്കും. അപ്പം ഞാനിന്ന് ഫോറൻസിക് മെഡിസിൻ ആണ് പഠിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പം അതിനു വേണ്ടിയുള്ള ടോപ്പിക്സ്, അതായത് ഇന്ന് പഠിക്കേണ്ട ടോപ്പിക്സ് ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മുടെ ഡെസിഫർ എന്ന് പറഞ്ഞാൽ നമുക്കൊരു PDF ഉണ്ട്. നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ ഉള്ളൊരു PDF ആണ്. അപ്പം അതിൽ ഞാൻ മുമ്പ് പഠിച്ചിട്ടുണ്ടായിരുന്ന സമയത്ത് ഓരോ ആൻസർ പഠിച്ച് കഴിയുമ്പോൾ ടിക്കിട്ട് വെക്കും. അപ്പം അത് ഞാനിപ്പോൾ കളഞ്ഞിട്ട് വീണ്ടും ഇന്ന് പഠിക്കുമ്പം ഇന്ന് കവർ ചെയ്ത ടിക്കിടാൻ വേണ്ടി അതെല്ലാം ക്ലിയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. യൂണിവേഴ്സിറ്റി എക്സാം ആയതുകൊണ്ട് തന്നെ ഞാൻ എക്സാമിന് വേണ്ടി ഒരു ടൈം ടേബിൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ഇപ്പോൾ ഒരു ദിവസം എടുക്കുകയാണെങ്കിൽ അതിന് വേണ്ടി പഠിക്കാനായിട്ട് ഓരോ സെക്ഷൻസ് ആയിട്ട് ഞാൻ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഫസ്റ്റ് സെക്ഷനാണ് ഇത്. അതായത് ഈ ഒരു ടൈം തൊട്ട് 7 മണി വരെ ആദ്യത്തെ സെക്ഷനാണ്. അപ്പോൾ അതിന് വേണ്ടി പഠിക്കാൻ വേണ്ടിയുള്ളൊരു ടൈമർ ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ഇന്ന് 2 ചാപ്റ്റേഴ്സാണ് പഠിക്കാൻ വേണ്ടി ഇരിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ചാപ്റ്റേഴ്സിനെ കുഞ്ഞായിട്ട് ഞാൻ ഡിവൈഡ് ചെയ്യും. അതായത് ഫസ്റ്റത്തെ സെക്ഷനിൽ ഇത്രയും പോർഷൻസ് കവർ ചെയ്യണം, സെക്കൻഡിലെ സെക്ഷനിൽ അടുത്ത പോർഷൻ, അങ്ങനെ ഓരോരോ സെക്ഷനിൽ പഠിക്കേണ്ട പോർഷൻസ് ഞാൻ ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് വെക്കും. അപ്പം ഇങ്ങനെ ഡിവൈഡ് ചെയ്യുന്ന കൂട്ടത്തിൽ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അതായത് ഓരോ സെക്ഷനും നമ്മൾ കുറച്ച് ടൈം കൊടുക്കുമല്ലോ. 2 മണിക്കൂർ അല്ലെങ്കിൽ 1.5 മണിക്കൂർ നമ്മൾ ടൈം വെക്കുമല്ലോ. ഈ ടൈം വെക്കുമ്പോൾ ആ പോർഷൻ പഠിക്കാൻ വേണ്ടതിനേക്കാളും ഒരു 1/2 മണിക്കൂർ കൂടുതലായിരിക്കും ഞാൻ കൊടുക്കുന്നത്. അല്ലെങ്കിൽ എനിക്ക് ഭയങ്കര സ്ട്രെസ്സാവും. അയ്യോ, ഈ ഒരു സമയത്തിനുള്ളിൽ ഇത്രയും തീർക്കണമല്ലോ എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്ട്രെസ്ഫുൾ ആയിട്ടായിരിക്കും പഠിക്കുന്നത്. അതുകൊണ്ട് തന്നെ പഠിക്കാൻ വേണ്ടതിനേക്കാളും ഒരു 1/2 മണിക്കൂർ കൂടുതൽ ഞാൻ ആ ഒരു പോർഷൻ കവർ ചെയ്യാൻ വേണ്ടി കൊടുക്കുക. അപ്പോൾ നമുക്ക് റിലാക്സ് ആയിട്ട് പഠിക്കാൻ വേണ്ടി പറ്റും. എൻ്റെ കൂട്ടത്തിൽ നമുക്ക് പഠിച്ചു കഴിഞ്ഞല്ലോ, നമ്മൾ വിചാരിച്ചതിനേക്കാളും നേരത്തെ പഠിച്ചല്ലോ എന്നുള്ളൊരു സന്തോഷം എനിക്ക് കുറച്ചൊരു മോട്ടിവേഷൻ തരാറുണ്ട്. അപ്പം ഞാൻ അങ്ങനെയാണ് എൻ്റെ പഠിക്കാനുള്ള ടോപ്പിക്സിനെ ഇപ്പോൾ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ണ്ടല്ലോ ഞാൻ കംപ്ലീറ്റ് ചെയ്ത ടോപ്പിക്സിൻ്റെ അവിടെ സ്റ്റാർ ഇട്ട് വെക്കും. PDF-ലാണ് ടിക്കറ്റ് കൊടുക്കും. വല്ലാത്തൊരു സന്തോഷമാണ് കിട്ടുന്നത്. ഞാനിത് തീർത്തല്ലോ. പിന്നെ ലാസ്റ്റ് ആകുമ്പോഴേക്കും ആ ഒരു പേജിൽ ഫുള്ള് സ്റ്റാറൊക്കെ വരും, പിന്നെ കുറേ ടിക്ക് വരും. ഭയങ്കര സന്തോഷം കിട്ടും. അപ്പം അങ്ങനത്തെ കുറച്ച് പരിപാടിയും കൂടെ ചെയ്യും. അങ്ങനെ ഉണ്ടല്ലോ, നമ്മൾ വിചാരിച്ച പോർഷൻ വിചാരിച്ച സമയത്തുള്ളിൽ കഴിഞ്ഞു.
സ്റ്റഡി സെക്ഷനിലേക്ക് പോകാം. ഇതിനുവേണ്ടി ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ടൈം എന്ന് പറഞ്ഞാൽ ഒരു 8 to 12 ആണ്. പക്ഷേ ഇന്ന് ഞാൻ കുറച്ച് ലേറ്റായി, ഒരു 8:15 ആയിട്ടുണ്ട്. എന്നാലും അറൗണ്ട് ഒരു 4 hour നമ്മൾ സെറ്റ് ചെയ്ത് വെക്കുമ്പോൾ ഞാൻ ഈ 4 hour വീണ്ടും ഡിവൈഡ് ചെയ്യും. അതായത് ആദ്യത്തെ 2 hour, രണ്ടാമത്തെ 2 hour അങ്ങനെ ഡിവൈഡ് ചെയ്യും. എന്നിട്ട് ഈ സെക്ഷനിൽ പഠിക്കാൻ വേണ്ടി വെച്ചിരിക്കുന്ന കുറച്ച് ടോപ്പിക്സ് ഉണ്ടല്ലോ, അതും ഞാൻ ഇതുപോലെ സ്പ്ലിറ്റ് ആക്കും. ഫസ്റ്റ് 2 hour കംപ്ലീറ്റ് ചെയ്യേണ്ടതും സെക്കൻഡ് 2 hour കംപ്ലീറ്റ് ചെയ്യേണ്ടതും അത് സ്പ്ലിറ്റ് ആക്കും. സത്യം പറഞ്ഞാൽ ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് എനിക്ക് കുറച്ചുകൂടി ഫ്രീ ആയിട്ട് സ്ട്രെസ് ഇല്ലാണ്ട് പഠിക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. അയ്യോ ഇത്രയും തീർക്കണമല്ലോ എന്നുള്ളൊരു മൈൻഡിനേക്കാളും ഈ കുറച്ച് സമയം കൊണ്ട് ഇത്രയല്ലേ ഉള്ളൂ എന്നൊരു മൈൻഡ് സെറ്റ് വരുന്നുണ്ട്. അപ്പം ഇതുപോലെ നിങ്ങൾക്ക് ഭയങ്കര സ്ട്രെസ്സാണ്, ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുള്ളവർ ഇതുപോലെ കുഞ്ഞു കുഞ്ഞു പോർഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ എഫക്റ്റീവാണ്. അതായത് നമുക്ക് കുറച്ചുകൂടെ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പഠിക്കാൻ വേണ്ടി പറ്റുമെന്ന് തോന്നിയിട്ടുണ്ട്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. പിന്നെ അതുപോലെ തന്നെ എനിക്ക് കുറേ പേര് ചോദിച്ചിട്ടുള്ളൊരു കാര്യമാണ് എൻ്റെ ഇരിക്കുന്ന ടാബ് ഏതാണ്, എങ്ങനെയുണ്ടെന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പം എൻ്റെ ഇരിക്കുന്നത് ഐപാഡ് അല്ല, എൻ്റെ ഇരിക്കുന്നത് MIയുടെ പാഡാണ്. അപ്പം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കിപ്പോൾ ഐപാഡ് മേടിക്കാൻ വേണ്ടി മാത്രം എൻ്റെ കയ്യിൽ പൈസ ഉണ്ടായിരുന്നില്ല. പക്ഷെ എനിക്ക് എന്തായാലും ഒരു ടാബ് എൻ്റെ കയ്യിൽ വേണമെന്ന് താനും. അതുകൊണ്ടാണ് ഞാൻ MIയുടെ പാഡ് ചൂസ് ചെയ്തിട്ടുള്ളത്. അപ്പം അതിൻ്റെ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടു. അതായത് ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ അത്രയും കാശ് മുടക്കാൻ കയ്യിലില്ല, പക്ഷെ ഡീസൻ്റ് ആയിട്ടുള്ളൊരു ടാബ് വേണമെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ചൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന നല്ലതാണ് MIയുടെ പാഡ് എന്ന് പറഞ്ഞിട്ട്. ഇപ്പം നമ്മളെ ക്ലാസ്സിലാണെങ്കിലും കുറേ പേരുടെ കയ്യിലുള്ളത് MIയുടെ പാഡ് തന്നെയാണ്. അത്യാവശ്യം നമുക്ക് നോട്ട്സും കാര്യങ്ങളൊക്കെ എഴുതാനുള്ള ഡീസൻ്റ് ആയിട്ടുള്ളതാണ്. അപ്പം അങ്ങനെ നമ്മൾ പഠിത്തം റിലേറ്റഡ് ആയിട്ട് നമുക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും തന്നെ ഇതിൽ നിന്ന് നമുക്ക് ഓക്കെയാണ്. അതുകൊണ്ട് എനിക്ക് വലിയ കുഴപ്പമില്ലായിട്ട് തോന്നിയിട്ടുണ്ട്. അതേസമയം നിങ്ങളതിൽ കുറച്ച് എമൗണ്ട് കൊടുക്കാനുണ്ടെങ്കിൽ അഫ്കോഴ്സ് നിങ്ങൾക്ക് എപ്പോഴും ചൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നത് ഒന്നെങ്കിൽ ഐപാഡോ അല്ലെങ്കിൽ സാംസങ്. രണ്ട് അത്യാവശ്യം നല്ല കമ്പനിയാണ്. അപ്പം അതിൻ്റെ മേടിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. കുറച്ചുകൂടെ എഴുതാൻ ഏറ്റവും കംഫർട്ടബിൾ എന്ന് പറയുന്നത് അതിൽ രണ്ടിലാണ്. നിങ്ങളതിൽ ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ അത് ചൂസ് ചെയ്യുക. അപ്പം ആദ്യത്തെ 2 മണിക്കൂർ കഴിഞ്ഞു. അപ്പം നമുക്ക് ഇനി കുറച്ചേരം ബ്രേക്ക് എടുക്കാം, അല്ലെങ്കിൽ തല പൊട്ടിത്തെറിക്കും ഇപ്പോൾ. ഇതോടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ 1 hour ബ്രേക്ക്, ലഞ്ച് കഴിക്കാം. ഇതെല്ലാം മനസ്സിലോർത്തിട്ട് അടുത്ത പാട്ട് പഠിക്കാൻ വേണ്ടി പോവാണ്. സത്യം പറഞ്ഞാൽ ഞാൻ ഇങ്ങനെയൊക്കെ തമാശയൊക്കെ പറഞ്ഞാൽ പോലും യൂണിവേഴ്സിറ്റി എക്സാം ആണ്, പാസ്സാവണം, അങ്ങനെ പല പല ടെൻഷനും കാര്യങ്ങളും മനസ്സിലോട്ട് വരുന്നുണ്ട്. എന്നാലും ഇല്ല കുഴപ്പമില്ല, നമ്മൾ പാസ്സാവും എന്ന രീതിയിൽ ഞാൻ മനസ്സിനെ പറഞ്ഞ് മോട്ടിവേറ്റ് ചെയ്ത് പഠിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. അങ്ങനെ ആ ഒരു പാട്ടോടെ കഴിഞ്ഞു. അപ്പം അടുത്ത ആഫ്റ്റർനൂൺ സെക്ഷൻ എന്ന് പറഞ്ഞത് മോർണിംഗ് പോലെ തന്നെയാണ്. അതായത് 2 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ആദ്യം കുറച്ച് പോർഷൻ, പിന്നെ അടുത്ത പാർട്ടിൽ അടുത്ത പോർഷൻസ് രാവിലെ ഉള്ള പോലെ തന്നെയാണ്. പിന്നെ എന്നെ സംബന്ധിച്ചോളം കുറച്ച് ടാസ്ക് വരുന്നൊരു ടൈമാണ് ഈ ആഫ്റ്റർനൂൺ സെക്ഷൻ. അതായത് കുറച്ച് എനർജി ഒന്ന് ഡൗൺ ആകുന്ന ടൈമാണ്. ഇപ്പം വ്ലോഗ് എടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല, എന്തായാലും പഠിക്കണം, അതായത് വ്ലോഗ് എടുക്കുകയാണല്ലോ എന്നൊരു തോട്ടുള്ളതുകൊണ്ട് തന്നെ പഠിക്കും. അതല്ലാത്ത പക്ഷം ഇപ്പം ആഫ്റ്റർനൂൺ ടൈം ആണെങ്കിൽ ചെറിയ രീതിയിലാണ് ഒരു ഇൻട്രസ്റ്റ് വരാത്തെങ്കിൽ ജസ്റ്റ് ഒരു പാട്ടൊക്കെ കേട്ടിട്ടോ അങ്ങനെ എന്തെങ്കിലും പഠിക്കും. അതല്ല നമുക്കിപ്പോൾ ഒട്ടുമേ പറ്റുന്നില്ല, അതായത് നമുക്ക് ഉറക്കം വരുന്ന ഒരു ഫീലിംഗ് ഉണ്ട്. അതോടൊപ്പം തന്നെ മെൻ്റലി ഭയങ്കര ഡൗൺ ആണ്. അതായത് ഭയങ്കര എന്തെങ്കിലും നെഗറ്റീവായിട്ടുള്ള തോട്ട്സോ, അതായത് നമുക്കിപ്പോൾ വേറെ എന്തെങ്കിലും ഉള്ള ഇഷ്യൂസും കാര്യങ്ങളും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഓർത്തിട്ട് മെൻ്റലി ഭയങ്കര ഡൗൺ ആണെങ്കിൽ ഞാൻ ഇഷ്ടമുള്ള എന്തെങ്കിലും ഒരു വീഡിയോ കാണും. അപ്പം ഞാൻ മുമ്പൊരു ഷോർട്സ് ഇട്ടപ്പോൾ കുറേ പേര് ചോദിച്ചു ഇതിപ്പോൾ ഇങ്ങനെ വീഡിയോ കണ്ട് പഠിക്കുന്നതെന്ന്. അതായത് ഞാനിപ്പോൾ ഫുൾ ടൈം വീഡിയോ കണ്ടിട്ടല്ല പഠിക്കുന്നത്. അതായത് ഇപ്പം എനിക്ക് ഒട്ടുമേ പറ്റുന്നില്ല. ഇപ്പോൾ യൂണിവേഴ്സിറ്റി എക്സാം ആണ്, ടൈം ഒട്ടുമേ കളയാൻ വേണ്ടി പറ്റത്തില്ല. പക്ഷെ നമ്മൾ മെൻ്റലി ഓക്കെ അല്ല, പഠിക്കുകയും വേണം. ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ ഇഷ്ടമുള്ള എന്തെങ്കിലും ഒരു വീഡിയോ ഞാൻ പ്ലേ ചെയ്യാന്ന് വെച്ചാൽ ഒരു 5 മിനിറ്റോ അല്ലെങ്കിൽ ഒരു മാക്സിമം പോയി 10 മിനിറ്റ്. ആ സമയത്ത് ഈ നെഗറ്റീവായിട്ടുള്ള തോട്ട്സ് ഒക്കെ മാറിയിട്ട് ആ വീഡിയോയിലുള്ള എന്തെങ്കിലും വെച്ചിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് കാണുമ്പോഴേക്കും കുറച്ചൊന്ന് സെറ്റാകും. അപ്പോൾ വീണ്ടും ഫോൺ മാറ്റി വെച്ചിട്ട് ഇത് പഠിക്കും. ഇതിപ്പോൾ എനിക്ക് അത്രയും വരുന്നില്ല. ഭക്ഷണം കഴിച്ചിട്ടുള്ള ഒരു ഉറക്കം അത് വരുന്നുണ്ട്. പിന്നെ ഞാൻ ഇപ്പം എന്താ ഉറങ്ങാത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ എപ്പോഴും ഉച്ചയ്ക്ക് ഉറങ്ങുന്ന ഒരാളല്ല. എൻഗേജ് ഇപ്പം ഞാൻ എന്നാൽ പിന്നെ ഉറക്കം വരികയല്ലേ, 5 മിനിറ്റ് കിടക്കാന്ന് വെച്ചാൽ ഒരിക്കലും അത് 5 മിനിറ്റ് നിൽക്കത്തില്ല. അത് മാത്രമല്ലെങ്കിൽ പ്രോപ്പർ ആയിട്ടുള്ള ഒരു സ്ലീപ്പും കിട്ടത്തില്ല. അതൊക്കെ ചെയ്യുമ്പോഴേക്കും എനിക്ക് എന്തായാലും എൻ്റെ പഠിക്കാൻ വേണ്ടിയുള്ള ടൈം വെറുതെ ഞാൻ വേസ്റ്റ് ആക്കുക. അതുകൊണ്ടാണ് കഷ്ടപ്പെട്ട് ഉറങ്ങാതെ ഇരുന്ന് ഞാൻ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്നത്.
കുളിച്ചു. അപ്പോൾ നല്ലൊരു ഫ്രഷ് ഫീലിംഗ് ഒക്കെ ആയി. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ഡിന്നറൊക്കെ കഴിച്ചു. അതായത് ഒരു 6-10 ആയപ്പോഴേക്കും ഞാൻ ഡിന്നർ കഴിച്ചു. ഞാൻ എപ്പോഴും നേരത്തെയാണ് ഡിന്നർ കഴിക്കുന്നത്. ഇനിയിപ്പോൾ എന്തായാലും ഞാൻ അടുത്ത ഫുഡ് അടി കാര്യങ്ങളൊന്നും ഇല്ല. ബ്രഷ് ചെയ്തു. പിന്നെ അത് കഴിഞ്ഞപ്പോൾ കുറച്ചു നേരം പുറത്തു പോയി നിൽക്കാൻ ഓർത്തു. എനിക്ക് ഈ ഒരു ടൈമിൽ ഇവിടെ വന്ന് നിൽക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഈ ഒരു 6 മണിയൊക്കെ കഴിഞ്ഞ ഒരു ടൈമല്ലേ, അപ്പം ഈ ഒരു സമയത്ത് അമ്പലത്തിൽ നിന്ന് പാട്ടൊക്കെ വരും. അപ്പം നല്ല രസമാണ്. കാരണം എൻ്റെ തൊട്ട് മുമ്പാണ്, വീടിൻ്റെ ഫ്രണ്ടിലായിട്ടാണ് അമ്പലം ഉള്ളത്. അപ്പോൾ അവിടെ നിന്ന് പാട്ടൊക്കെ വരും, നല്ല രസമാണ്. പിന്നെ അതെല്ലാം കഴിഞ്ഞപ്പോൾ വീണ്ടും പഠിക്കാൻ വേണ്ടി പോവാണ്. ഇപ്പം സമയം ഒരു 6:57 ആയിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഇടയിൽ പറയാൻ പറഞ്ഞൊരു കാര്യമുണ്ട്. വൈകിട്ടത്തെ പഠിത്തമൊക്കെ കഴിഞ്ഞ് ഫോൺ എടുത്ത് നോക്കിയപ്പോഴാണ് നമ്മുടെ ഫോറൻസിക് ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ഒരു സാറ് കോളേജിൽ നിന്ന് പോവാന്ന് കണ്ടത്. സത്യം പറഞ്ഞാൽ എനിക്ക് ഇഷ്ടമുള്ളൊരു സാറായിരുന്നു. നന്നായിട്ട് പഠിപ്പിക്കുകയും അത്യാവശ്യം നല്ലൊരു വൈവായിട്ടുള്ളൊരു സാറായിരുന്നു. പിന്നെ നമ്മുടെ 3rd ഇയർ ഫുള്ള് ക്ലാസ് കഴിഞ്ഞിട്ടായതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. പിന്നെ മോർണിംഗ് സെക്ഷൻ കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ പഠിക്കാൻ അത്യാവശ്യം നല്ല മൈൻഡൊക്കെ ഓക്കെ ആയിട്ടുള്ളൊരു ടൈമാണ് ഈ ഒരു ടൈം എന്ന് പറയുന്നത്. അത്യാവശ്യം വലിയ ബോറടി ഒന്നും ഇല്ലാണ്ട് നല്ല രീതിയിൽ എൻഗേജ്ഡ് ആയിട്ട് തന്നെ പഠിക്കാൻ വേണ്ടി പറ്റുന്ന ഒരു ടൈമാണ് ഈ ഒരു ടൈം. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നാണെങ്കിൽ കുറച്ചുകൂടെ നേരത്തെ എനിക്ക് പഠിച്ചെടുക്കാൻ വേണ്ടി പറ്റി. അതായത് നോർമലി ഒരു 11 മണി വരെ പഠിക്കുമെങ്കിൽ ഇന്നൊരു 9 മണിയൊക്കെ ആയപ്പോഴേക്കും നമുക്ക് പഠിക്കാനുള്ള ടോപ്പിക്സ്, അതായത് നമ്മൾ രാവിലെ എഴുതി വെച്ചിട്ടില്ലേ ടു ഡു ലിസ്റ്റ്, അതെന്തായാലും കംപ്ലീറ്റ് ചെയ്തു. അതുകൊണ്ട് തന്നെ ആ ഒരു ടൈമിൽ ഇന്ന് കുറച്ച് എഡിറ്റ് ചെയ്യാന്ന് ഓർത്തിട്ടാണ് ഞാൻ ഇരിക്കുന്നത്. ലാസ്റ്റായിട്ട് ഈ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലും കൂടെയാണ് എഴുതാൻ വേണ്ടി പോകുന്നത്. അപ്പം ഞാനിത് ഈ ഒരു വർഷം തൊട്ട് സ്റ്റാർട്ട് ചെയ്ത സംഭവമാണിത്. അപ്പം എന്നെപ്പോലെ പെട്ടെന്ന് മൈൻഡൊക്കെ നെഗറ്റീവ് തോട്ട്സ് ഒക്കെ വന്നിട്ട് പെട്ടെന്ന് ഡള്ളാവുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമാണിത്. സംഭവത്തെ എത്രയേ ഉള്ളൂ, ആ ദിവസത്തിൽ എന്തെങ്കിലും പോസിറ്റീവായിട്ടുള്ള കാര്യം. ഇപ്പം എൻ്റെ ദിവസം നോക്കുമ്പോഴേക്കും എനിക്ക് പ്രത്യേകിച്ച് ഒന്നുമില്ല, കുറേ നേരം പഠിച്ചു. അതല്ലാണ്ട് ഇന്ന് ഈ ഒരു ദിവസം എനിക്ക് പ്രത്യേകിച്ചൊന്നും നടന്നില്ല. എങ്കിൽ പോലും ആ ഒരു ദിവസം പോസിറ്റീവായിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം നിങ്ങൾ എഴുതാൻ വേണ്ടി നോക്കുക. അങ്ങനെ ചെയ്യുമ്പോഴേക്കും നമ്മൾ ഓരോ ദിവസത്തിൽ എന്തെങ്കിലും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കണ്ടുപിടിച്ച് നമുക്കൊരു സന്തോഷം കിട്ടും. അതല്ലാണ്ട് ഈ ഓവർ തിങ്ക് ചെയ്ത് നെഗറ്റീവായിട്ടൊക്കെ തോട്ട്സ് ഒക്കെ വന്നിട്ട് മനസ്സിനെ ഡള്ളാക്കാൻ വേണ്ടി വിടത്തില്ല. അതിനു വേണ്ടി ഞാൻ ചെയ്യുന്നൊരു സംഭവമാണ്. അപ്പം ഇന്നത്തെ ദിവസത്തിൽ തന്നെ എനിക്ക് പോസിറ്റീവായിട്ട് തോന്നിയ കാര്യങ്ങളായിട്ട്, അതായത് ഞാൻ പ്ലാൻ ചെയ്തിട്ടുള്ള പോലെ പോർഷൻസ് ഒക്കെ കംപ്ലീറ്റ് ചെയ്തു, അതൊരു പോസിറ്റീവായിട്ടുള്ള കാര്യമാണ്. വീഡിയോ ആണെങ്കിൽ കംപ്ലീറ്റ് ചെയ്ത് എടുക്കാൻ വേണ്ടി പറ്റി, അതൊരു പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ്. അതുപോലെ നമ്മുടെ യൂട്യൂബ് ഫാമിലി പുതിയ കുറച്ച് സബ്സ്ക്രൈബേഴ്സ് ഒക്കെ വന്നു. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഇതുപോലെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഹൈലൈറ്റ് ചെയ്തിട്ട് നെഗറ്റീവായിട്ടുള്ള തോട്ട്സ് എൻ്റെ മനസ്സിൽ വരുന്നത് കളയാൻ വേണ്ടി ചെയ്യുന്നൊരു പരിപാടിയാണിത്. എനിക്ക് നല്ല എഫക്റ്റീവായിട്ട് തോന്നി. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വിഷൻ ബോർഡൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. അതൊക്കെ നോക്കി ജസ്റ്റ് പോസിറ്റീവായിട്ടൊക്കെ ഒന്ന് തിങ്ക് ചെയ്ത് മനസ്സിനെയൊക്കെ നല്ലൊരു ഫ്രഷ് ആയിട്ട് വെക്കാൻ വേണ്ടി നോക്കുകയാണ്. അപ്പോൾ അതുകൂടെ കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ പഠിത്തവും എല്ലാം കൂടെ ആയിട്ട് കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ ഇതായിരുന്നു എൻ്റെ ഒരു സ്റ്റഡി റൂട്ടീൻ ഇപ്പോൾ എൻ്റെ എക്സാമിന് വേണ്ടിയുള്ളത്. അപ്പം നിങ്ങൾക്കിത് ഇഷ്ടമായിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇഷ്ടമായിട്ടുണ്ട്, നിങ്ങൾ ഇവിടം വരെ കണ്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ ലൈക്ക് ചെയ്യണം. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിൽ ഇമ്പ്രൂവ് ചെയ്യണമെങ്കിൽ അതിനെന്തായാലും കമൻറ്റ് ചെയ്യണം. അതുപോലെ തന്നെ പുതിയ വീഡിയോസ് കാണാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പം അത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോ. അടുത്തൊരു വീഡിയോയിലിട്ട് കാണാം. ബൈ ബൈ.